തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഭരണത്തലവന്മാരുടെ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ മേയർ സ്ഥാനത്തേക്ക് ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ മുന്നണികളുടെ നെട്ടോട്ടമാണ്. തർക്കം രൂക്ഷമായിരുന്ന കൊച്ചിയിൽ UDF ടേം വ്യവസ്ഥ എന്ന ഒത്തുതീർപ്പിലെത്തി. സമവായമുണ്ടാക്കാൻ കഴിയാത്ത തൃശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ നേതൃയോഗം ചേർന്ന് തീരുമാനമെടുക്കാനാണ് KPCC അധ്യക്ഷന്റെ നിർദ്ദേശം. എന്നാൽ NDA ആദ്യമായി ഭരണം പിടിച്ച തിരുവനന്തപുരത്ത് മേയർ സസ്പെൻസ് തുടരുകയാണ്. അധികാരം തിരിച്ചുപിടിച്ച കൊച്ചി കോർപ്പറേഷനിൽ ദീപ്തി മേരി വർഗീസും ഷൈനി മാത്യുവും വിജയിച്ചു കയറിയതോടെയാണ് കോൺഗ്രസിൽ പ്രതിസന്ധി ഉടലെടുത്തത്. ജില്ലയിൽ കോൺഗ്രസിന്റെ പ്രധാന മുഖങ്ങളായ വനിതാ നേതാക്കളിൽ ആരെ തെരഞ്ഞെടുക്കുമെന്നതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ടഭിപ്രായമുണ്ടായി. സൗമിനി ജെയിൻ ഭരണസമിതിയിൽ ടേം വ്യവസ്ഥയിൽ മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്ന ഷൈനി മാത്യുവിനു പക്ഷേ സൗമിനിയുടെ കടുംപിടുത്തത്തെ തുടർന്ന് അന്ന് പദവി നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് കൊച്ചി കോർപ്പറേഷൻ ഭരണത്തിൽ വീണ്ടും ടേം വ്യവസ്ഥയിലെത്തിയത്. ആദ്യത്തെ 2.5 വർഷം ദീപ്തി മേരി വർഗീസും പിന്നീടുള്ള 2.5 വർഷം ഷൈനി മാത്യുവും മേയറാകാൻ സമ്മതപത്രം ഒപ്പിട്ടു. അതേസമയം ജില്ലയിൽ UDF വിജയത്തിന് നിർണായക ശക്തിയായ പ്രധാന ഘടകകക്ഷി മുസ്ലിം ലീഗിന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകേണ്ടെന്നും യോഗം തീരുമാനിച്ചു. ലീഗ് ആവശ്യമുന്നയിച്ചെങ്കിലും കോൺഗ്രസ് നിഷേധിച്ചു. കോൺഗ്രസിന്റെ കൊച്ചി തലവേദന ഒഴിഞ്ഞെങ്കിലും തൃശൂരിൽ തർക്കം തുടരുകയാണ്. ഒരു പതിറ്റാണ്ടിനു ശേഷം അധികാരം പിടിച്ച കോർപ്പറേഷനിലും വനിതാ മേയറാണ് വേണ്ടത്. മുതിർന്ന നേതാക്കളായ ലാലി ജെയിംസ്, സുബി ബാബു, ശ്യാമള മുരളീധരൻ എന്നീ പേരുകൾക്കൊപ്പം നിജി ജസ്റ്റിൻ, ഷീന ചന്ദ്രൻ തുടങ്ങിയവരും മേയർ സ്ഥാനത്തിനായി രംഗത്തുണ്ട്. KPCC സെക്രട്ടറി A. പ്രസാദ്, DCC ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് എന്നിവരാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനുവേണ്ടി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. സീനിയോറിറ്റിയും സാമുദായിക പരിഗണനയും ഗ്രൂപ്പ് താൽപര്യവുമെല്ലാം ചർച്ചയാകുമ്പോൾ ടേം വ്യവസ്ഥയെന്ന സമവായ നീക്കത്തിനപ്പുറം കോൺഗ്രസിന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. എന്നാൽ തർക്കങ്ങൾ പരിഹരിക്കാൻ ചുമതലയുള്ള നേതാക്കളുടെ യോഗം ചേർന്ന് ആവശ്യമെങ്കിൽ മാത്രം ടേം വ്യവസ്ഥയിലെത്താനാണ് KPCCയുടെ നിർദ്ദേശം. 4 പതിറ്റാണ്ടിനു ശേഷം അധികാരത്തിലെത്തിയ കൊല്ലത്താകട്ടെ UDFിനുള്ളിൽ തന്നെ കലാപമാണ്. ഡെപ്യൂട്ടി മേയർ സ്ഥാനമെന്ന ആവശ്യം ലീഗ് ശക്തമാക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണം. മേയറായി AK ഹഫീസ് എന്ന പേരിലേക്ക് എത്തിയെങ്കിലും ലീഗ് ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണ്. NDA ആദ്യമായി അധികാരത്തിലെത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സസ്പെൻസ് തുടരുകയാണ്. VV രാജേഷ്, R ശ്രീലേഖ എന്നിവർക്കൊപ്പം കരമന ജയന്റെ പേരുകൂടി ഉയർന്നതോടെ BJP പ്രതിസന്ധിയിലായി. സംഘടനാ പാരമ്പര്യമുള്ള മേയർ വേണോ, നിഷ്പക്ഷമുഖമുള്ള മേയർ വേണോ എന്നതിലാണ് ആശങ്ക. ജില്ലാ നേതാക്കളുടെ കോർ കമ്മിറ്റി യോഗത്തിനു ശേഷം അന്തിമ തീരുമാനത്തിലെത്തുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.